അല്ല എനിക്ക് ഈ വശം പൊതുവേ ഒരു വേദനയാണ്, നല്ല വേദനയുണ്ട്. അല്ല മൊത്തം വേദനയാണ്, പക്ഷെ ഈ മുട്ട് എന്തെന്നറിയാൻ വല്ലാത്ത ഭയങ്കര വേദന കൂടി വരുന്ന, അല്ലാതെ കുറയുന്നില്ല. കാലിന്റെ മുട്ടാണ് വരുന്നത്. കൈ എന്ത് ഈ വശം തണുപ്പായോണ്ടാണമ്മ. ഇപ്പൊ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ഈ മുട്ട് മാറ്റി വെക്കലും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മുട്ട് മാറ്റി വെക്കാനോ? മച്ചമ്മ ചുമ്മാ ഇരിക്കും. അമ്മ മച്ചമ്മ പറയുന്ന പോലെ മുട്ട് മാറ്റി വെക്കാനൊന്നും പോരുത്. ഈ മുട്ട കൊണ്ട് മാറ്റിയിട്ട് പുതിയ മുട്ട് കൊണ്ട് വന്നിട്ടേ എല്ലിനകത്ത് ഡ്രില്ല് ഇടുന്നത് ഉള്ള മുട്ടും കൊണ്ട് ഞാൻ നടന്നോളാം. വയസ്സുകാലത്ത് എന്റെ മുട്ടൊന്നും മാറ്റി വെക്കല്ലേ. ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞതിനാണ്. അല്ല ഈ സത്യം പറഞ്ഞാൽ നമ്മള് ഒരു പ്രായം കഴിഞ്ഞ പിന്നെ അതൊക്കെ സർജറി ഒന്നും ശരീരത്തിൽ വിചാരിക്കുന്നതാണ് നല്ലത്. അയ്യോ എനിക്ക് വേണ്ട. എനിക്ക് ഈ ചെരുപ്പ് അങ്ങോട്ട് ഊരിയിട്ടിട്ട് നടക്കാൻ പറ്റത്തില്ല. ചെരുപ്പ് ഊരിയിട്ടിട്ട് തറയിലോട്ട് ചിലപ്പോൾ വെള്ളത്തിൽ ചവിട്ടി നിൽക്കുന്ന കണക്ക് ഒരു സോക്സ് ഒക്കെ ഇട്ടിരുന്ന അതേ അമ്മ. തണുപ്പ് കാലം വരുമ്പോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഈ പെണ്ണ ഒരു ഫ്ലൂയിഡ് പോലെ സാധനം ഇഞ്ചെക്ട് ചെയ്യും. അത് ഒരു ഇത് കിട്ടാൻ ഉള്ള തൈലം അത്രയും പെരട്ടി തൈലങ്ങൾ വീടിരിക്കുന്ന എല്ലാ തൈലവും കോരി മാറ്റി തേക്കുന്നു. എന്തോ ചെയ്യാനാ വേദന തന്നെ. അവിടെ ആരുമില്ലമ്മ. അതെ ഞാനേ തക്കുടിനൊരു കാറ് മേടിച്ചിട്ട് വന്നാണേ. ആര് കൊടുക്കാൻ? ഞാൻ വിചാരിച്ചേക്ക് അമ്മയ്ക്ക് മുട്ട പറ്റുള്ള ജിഞ്ചിനാക്കടി തൈലം കൊണ്ട് വന്നതായിരിക്കും. എന്താ മുട്ടിന് അധികമായ? വയ്യ, തീരെ വയ്യാതായി. ഈ മുട്ടും മൊത്തം വയ്യ, വയസ്സായില്ലേ. ഒരു സാധനം മേടിച്ചിട്ടില്ലട അങ്ങനെ. അത് മേടിച്ചൊന്ന് മേടിച്ചു കൊടുക്കേ. അതൊക്കെ തൽക്കാല ആശ്വാസം. ഇത് അതിനകത്ത് എന്തോ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് രണ്ട് കാര്യം അങ്ങ് മാറ്റാം. ചെക്കനെ കളിക്കാനേ ഒരു കാറ് മേടിച്ചിട്ട് വന്നതാ. അയ്യോ അവരാരും ഇവിടെ ഇല്ല. അവർ രണ്ടുപേരും കൂടെ കൊച്ചിനെ പുതിയ പള്ളിക്കുറിച്ച് ചേർക്കാൻ കൊണ്ടുപോയിരിക്കുന്നത്. ഇത്രയൊക്കെ അയ്യോനല്ലേ. അതാ പറഞ്ഞത്, അവനിപ്പോ കാറല്ല ആവശ്യം, പോഷകാഹാരം. ചിക്കൻ 65, കൊത്തു പൊറോട്ട, കുഴിമന്തി, അങ്ങനെയുള്ള സാധനം മേടിച്ചോണ്ട്. ഇത് നിന്നെ പോലെ അവനാ. അല്ല തക്കടുവിന്റെ കാര്യമാണ് പറഞ്ഞത്, നിന്റെ കാര്യമല്ല. തക്കടു എന്റെ കൂട്ട ആവണ്ടേ, എന്നും ഇങ്ങനെ ഇരുന്നാ മതി. മുട്ടനാവണ്ടേ? എവിടെ വഴി കിടന്ന് കിട്ടിയാണ് അത് മേടിച്ചത്. അല്ല നീ നിന്റെ പിള്ളേർക്ക് വഴി ഇത് മേടിച്ചു കൊടുക്കണ പോലെയല്ല ഞാൻ ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും ഓരോ സാധനങ്ങൾ അതായത് പ്രായത്തിൽ മേടിച്ചു കൊടുക്കാറുണ്ട്. അവര് വന്നല്ലോ. വന്ന ഞാൻ വരൂല. തക്കട് മോനെ ഇറങ്ങി വാ. ഞാൻ നിങ്ങളുടെ അടുത്ത് ആ കട എത്തിയപ്പോ തന്നെ പറഞ്ഞല്ലേ ഐസ്ക്രീം വാങ്ങിച്ചാടാ, ഞാൻ ഇറങ്ങൂലെന്ന്. ഈ മഴയത്ത് ഐസ്ക്രീം കഴിച്ചൂടാ. ചൂടത്ത് ഇങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. എടാ വാടാ, വാങ്ങി തരാം, വാ. മക്കളെ അപ്പോ സ്കൂളിൽ പോയാ? ഇഷ്ടപ്പെട്ടോ? വിളിക്കാം. സ്കൂളിൽ പോയ കഥയൊന്നും പറയണ്ട. അവിടെ ചെന്നിട്ട് അവിടുത്തെ മറ്റേ പ്രിൻസിപ്പൽ ടീച്ചർ വാട്ട് ഈസ് യുവർ നെയിം എന്ന് അവനോട് ചോദിച്ചു. അവൻ തിരിച്ച് ടീച്ചറിനോട് വാട്ട് ഈസ് യുവർ നെയിം. അതെ അപ്പൂപ്പനെ തക്കുടുമോനൊരു കാറ് കൊടുക്കുന്നുണ്ട്. അതൊന്നല്ല, അതിലും വില കൂടിയ കാറാ. അടിപൊളി കാർ. നേരത്തെ പറഞ്ഞില്ലേ സ്കൂളിൽ പോണ്ട കാറിന്റെ കാര്യ പറഞ്ഞു. മക്കളെ അതൊന്നും വാങ്ങിച്ചേരാനുള്ള അപ്പൂപ്പന് ഇപ്പൊ ഇല്ല. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറ്റം കുറവ് അന്വേഷിക്കരുത്. കൊച്ചി കൊല്ലറിയാമത്. പിന്നെ മക്കളെ പള്ളിക്കുടത്തിൽ ചേർത്താ? ചേർന്ന് അവിടെ ചേർന്നല്ലേ കൊച്ചിന്റെ അച്ഛന്റെ നടു ഒടിയും. ഈ കൊച്ചിന്റെ അച്ഛന്റെ മാത്രം നടു. അമ്മ ചെറിയ ഫീസ് ഒന്നുമില്ല, അവിടെ നല്ല തുക. ആദ്യം ചേർക്കുമ്പോ 50,000 രൂപ കെട്ടി. അത് ഡൊണേഷൻ സ്കൂളിലും 50,000 ഉറുപ്പ്യ. പിന്നെ 3 മാസത്തിലൊരിക്കൽ 18,000 രൂപ വെച്ച് അടയ്ക്കണം. എന്തിന് ഇത്ര പൈസ ചെലവാക്കണം? വല്ല സർക്കാർ സ്കൂളിൽ ചേർത്തിയ പോരെ? പറഞ്ഞു കൊച്ചിന്റെ തള്ളയ്ക്ക് മറ്റേ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വേണം. ഞാൻ പറഞ്ഞു സർക്കാർ സ്കൂളിൽ എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട്. സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് എന്തെങ്കിലും നടക്കണേ ഇപ്പൊ?
പഠിച്ചാണ്ടാ നിന്റെ ആങ്ങളേക്ക് അവനെന്ത് ജോലി കിട്ടിയില്ലേ? ഞാൻ പിന്നെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയോണ്ടല്ലേടി. അതെ. വേണ്ട, എന്റെ കൊച്ചു ഇംഗ്ലീഷ് മീഡിയത്തിൽ അതെ, പഠിക്കണ കുട്ടികൾ ഏത് സ്കൂളിലായാലും പഠിക്കും. ഇപ്പൊ ഈ കാശ് കൊടുത്ത് പഠിച്ചോടത്ത് എല്ലാവരും പഠിച്ച് നന്നായിക്കൊള്ളണമെന്നില്ല. വേണ്ട. ഇച്ചിരി പൈസ കൂടണമെന്നുള്ള അവിടെ തന്നെ ചേർത്താ മതി. വിദ്യാഭ്യാസമൊക്കെ കച്ചവടാക്കി മാറ്റിക്കൊണ്ടിരിക്കണം അവരൊന്ന് പ്രോത്സാഹിപ്പിക്കരുത്. സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കണം. അപ്പൊ തങ്ങളുടെ ആഗ്രഹമില്ലേ മോനെ അവിടെ ചേർക്കണം? ആങ്ങളെ ഒന്ന് അധ്വാനിച്ച് ഫീസ് കൂടെ കൊടുക്കുക കേട്ടാ. ഓട്ടെ, അത് പിന്നെ നമുക്ക് ആലോചിക്കാന്നേ. ബുക്ക് മേടിച്ചു കൊടുക്കും. ബുക്ക് മക്കള് തൽക്കാലം കുട്ടി തൽക്കാലം ഇത് ചായ എടുക്കുക പോയി. 18 വയസ്സായി ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി മേടിച്ചാ. ഉടുപ്പിൽ അഴുക്കാക്കരുത്. എന്റെ പൊന്നു മക്കളെ, ഇന്ന് തന്നെ അതിനെ പൊളിച്ചടുക്കി കളയരുത്, ആക്രിപ്പരും ആക്കരുത്. കുറച്ച് ദിവസമെങ്കിലും ഉപയോഗിക്കണം കേട്ടാ. എടാ നീ പോയി ഞാൻ പറഞ്ഞ സാധനം അത് വാങ്ങിച്ചോളാം. ഒന്നുണ്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. എടാ ചേച്ചിക്ക് ആ കാലില് മുട്ടിലിടണ ബാൻഡ് അത് മേടിച്ചോ. അത് കാണും, അതിനകത്തുണ്ട്. ഉണ്ട്. വേഗം പറഞ്ഞ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ എന്നെ കണ്ട ബേക്കറിയിലൊന്നും കയറി ഇറങ്ങല്ലേ. സൂക്ഷിച്ചേക്കണം. ഇതേ കളി കഴിഞ്ഞാൽ ഈ പെട്ടിയിലിട്ട് വെക്കണം കേട്ടാ. ഇത് പിടിച്ചോ. ഹലോ റോസ്മേരി, അയ്യോ കരയല്ലേ, എന്തു പറ്റി? നീ കരച്ചിൽ നിർത്തിയിട്ട് കാര്യം പറ, എനിക്ക് മനസ്സിലാവണില്ല എന്താന്ന്. ആ റെജി ആര്? റെജിയുടെ ഭാര്യനെ പറ്റി ഇവനോ? റൊണാൾഡോ? എന്റെ ദൈവമേ. എന്നിട്ട് നീ അവനെ വിളിക്കാൻ ചിന്തയപ്പോ? അതെ, എന്താണ് അവനപ്പുറത്തുണ്ട്, ഞാൻ പറയാം. വെച്ചോ കരയാതിരിക്കുക കൊച്ചേ, കരയാതിരിക്കുക. ശരി. ക്ലീറ്റോ, ഈ കാറ് വെച്ചേക്കണം കേട്ടല്ലോ. അവനെ വിളിച്ചേ, റൊണാൾഡിനെ വിളിച്ചേ. അവൻ പോയി, അവൻ ചേച്ചിക്ക് എന്താ പഠിക്കാൻ വേണ്ടി പോയി. എന്റെ ദൈവം, എന്നാ ഫോണ് റൊണാൾഡോ വിളിക്കട്ടെ. എന്തടി കാര്യം? അവിടെ പ്രശ്നം, റൊണാൾഡിനെ തല്ലാൻ ആരോ വരുന്നെന്ന്. അവന്റെ ഫോണിൽ എവിടെ അടിക്കില്ലേ? എന്റെ ദൈവം, ചെറുത്താല്ലേ ആരെങ്കിലും ഒന്ന് പോയ വഴിയിലോട്ട്. കാര്യം പറ. റോസ്മേരിയാണ് വിളിച്ചത്. അവിടെ നാട്ടിലുള്ള എന്താണ് റെജി എന്ന് പറഞ്ഞ ആളുടെ ഭാര്യനെ പറ്റി ഇവനെന്താ അപവാദം പറഞ്ഞെന്ന് പറഞ്ഞ് അയാള് തല്ലാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പൊ എന്താ ചെയ്യണേ? നമുക്കൊരു കാര്യം ചെയ്യട്ടോ, റൊണാൾഡിനെ വിളിച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും വിടാം, അല്ലെങ്കിൽ അവരിവിടെ അന്വേഷിച്ചു വരും. ഇവിടെ അന്വേഷിച്ചു വന്നിട്ട് റൊണാൾഡിനെ അവര് തൊടുവോ? പിന്നെ എന്തിനാ ഞാൻ ഇവിടെ ഇരിക്കണേ? എന്റെ ദൈവമേ, കൊടങ്ങാവിളയിൽ ചെന്നെന്ന്. കൊടങ്ങാവിളല്ലത് നാടാ. അവൻ എന്തായിരിക്കും ആ സ്ത്രീയോട് പറഞ്ഞത് അത്രയ്ക്ക് വിഷയമാണ്? അങ്ങനെയൊന്നും പെണ്ണുങ്ങളെ ക്ഷമിച്ച് പറയില്ല. എന്തേലും ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് തല്ലാൻ. എന്തുണ്ടെങ്കിലും ഇവൻ പറയണ എന്ത് കാര്യത്തിനാ? ചില സമയം അവന്റെ കുഴപ്പം തന്നെ, വായിന്ന് എന്താ പറയണെന്ന് അവന് പോലും. അതെ, നമുക്ക് കനകനെ അറിയിക്കാം. എന്തിന് കനകനെ അറിയിക്കണത്? ഇതൊക്കെ നിസ്സാര കാര്യങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി അവനെന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി പറയാം ഞാൻ ഇടപെട്ടാണ് അത് സോൾവ് ചെയ്തതെന്ന്. അത് വേണ്ട. അല്ലാതെ ഇന്നലെ അവൻ പോലീസുകാരനല്ലേ, നമുക്ക് അവനോടൊന്ന് പറയാ. അവന് പേടിയുണ്ടാ? പേടിയോ? എനിക്കോ? എന്താ ഈ പേടി പറഞ്ഞെന്താ? പേടിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരാൾ നമ്മളെ തല്ലാൻ വരുമ്പോൾ നമുക്ക് മുള്ളാൻ മുട്ടും, അതാണ് പേടി. അങ്ങനെ വല്ല ഉണ്ടാ മുട്ടല്? ഉണ്ടെങ്കിൽ പറയണം. എന്ത് ആരോ തല്ലാൻ വരുന്നൊക്കെ പറയുന്നേട്ട്. അതെ, പിള്ളേരറിയേണ്ട കാര്യമില്ല, നീ പോയിട്ട് ഉടുപ്പ് മാറ്റിക്കപ്പോ. എനിക്കറിയാം, റെജിയല്ലേ തല്ലാൻ വരുന്നേ റൊണാൾഡിനെ. അങ്ങനെ തന്നെ വേണം. തക്കോട് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടാ. അമ്മാവാ, ഇനിയിപ്പോ എന്താ ചെയ്യണേ? എടി നിങ്ങളെന്തിനാടി ഇങ്ങനെ പേടിക്കണേ? നിങ്ങൾ ഈ നാട്ടുമ്പുറത്ത് ജീവിച്ചോണ്ടാണത്. ഒക്കെ നാട് വിട്ട് പല സ്ഥലത്ത് ജീവിക്കണം. ഞാനൊക്കെ ബോംബെയിലെ ഗുണ്ടകളുടെ ഇടയിൽ വളർന്നവനാ ഞാൻ. വളർന്നു? വളർന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്? അതെ, പക്ഷെ അവരുടെ ഇടയിൽ ഇടപഴകിയവനാണ് ഞാൻ. എന്തായാലും ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഒരു കാര്യം ഇത് സമാധാനമായി. ഈ ബോംബെ അതോ ലോകം കിടുകിട വിറപ്പിച്ചൊരു ഗുണ്ട അവിടെ എൻ്റെ അവിടെ ഉള്ളതുകൊണ്ടേ എനിക്ക് പിന്നെ ഇപ്പൊ പേടി അങ്ങ് മാറി. എനിക്കറിയില്ല. ധൈര്യമായിട്ടിരുന്നോ, ഞാൻ ഉണ്ടാവും അവിടെ. ഇതൊന്ന് പിടിച്ചേ. നീ എന്തോന്നല്ല ഈ ചിന്തിച്ച് മല മറിക്കുന്നത്? അല്ല, ഞാനേ പെട്ടെന്ന് പോണം കരുതിയിട്ടാ വന്ന്. ഇനിയിപ്പോ രണ്ടിലൊന്നും അറിയാണ്ട് പോവാൻ പറ്റില്ലല്ലോ. എന്തോന്ന് രണ്ടിലൊന്ന്? അല്ല, അത് പിന്നെ ഈ ഞാനിപ്പോ വേറെ താമസമെങ്കിലും
ഈ വീട്ടില് ഞാനാണല്ലോ കാരണവര്, ആ, ആ, ഇവരുടെ അമ്മാമ്മ ഞാനാണല്ലോ. തന്നെ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കേണ്ട ആള് ഞാനാണല്ലോ. പരിഹരിക്കേണ്ടത് നീ തന്നെയാണ്, പരിഹരിച്ചേ പറ്റത്തുള്ളൂ. അതെന്താ പക്ഷെ നമ്മുടെ അതല്ല. മരുമക്കളൊക്കെ വലുതായില്ലേ. ആ, ഇപ്പൊ കനകൻ ആ, പോലീസ് ഓഫീസറാണ്, അവന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ആ. ക്ലീറ്റസ് രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രീയത്തിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഇവിടെ റൊണാൾഡ്, അവനൊരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളല്ലേ, ആ. അവന് അതിന്റെ പേരിൽ ചില ശത്രുക്കൾ ഉണ്ടാവും. അതാ അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും പറ്റുമ്പോ അതിനെ നേരിടേണ്ടത് ഞാനല്ലേ. എടാ അതൊക്കെ ശരി തന്നെ. എല്ലാ സ്ഥാപനങ്ങളും നടത്തുമ്പോഴും ജോലിക്കാർക്കൊക്കെ ശത്രുക്കൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവരവരുടെ കാര്യങ്ങൾ അവരവർ നോക്കട്ടെ. അത് പറ്റില്ല, ഞാനല്ലേ അവരുടെ അമ്മാവൻ. അപ്പൊ ഞാൻ വേണമല്ലോ ഇടപെടാൻ. അല്ല, ഇടപെടുന്നതൊക്കെ നല്ലത് തന്നെ, അമ്മാവൻ തന്നെ ഇടപെടുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, പണ്ടേ കനകന്റെ കാര്യത്തിന് ഇടപെട്ട് അവസാനം ചന്തയിൽ കിടന്ന് തല്ലുകൊണ്ടെന്ന് ഓർമ്മയുണ്ടോ? അല്ല അന്നാ തല്ലു കൊണ്ടതിന്റെ പേരില് പിന്നെ പോലീസ് കേസൊക്കെ ആയിട്ട് ഒത്തുതീർപ്പായിട്ട് കനക രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ട് അത് പിന്നെ രക്ഷപ്പെടാതെ കഴിഞ്ഞു. അത് പോട്ട്, ഈ ക്ലീറ്റസിന്റെ കാര്യത്തിന് തെങ്ങി പിടിച്ച് കെട്ടിയിട്ടത് ഓർമ്മയുണ്ടോ? അതൊരു മറ്റേ തെറ്റിദ്ധാരണയുടെ പുറത്താണല്ലോ, തെറ്റിദ്ധാരണയുടെ പുറത്ത്. പിന്നെ അത് പരിഹരിച്ചല്ലോ. ഇടാ അതെല്ലാം തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ പരിഹരിക്കുകയും ചെയ്യും. പക്ഷെ നീ ഒന്നും ഓർമ്മിക്കണം, നിനക്കൊരു കുടുംബമുണ്ട്. ഈ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ട് അത് അവരവരങ്ങ് തീർത്തോളും. നിന്റെ ശങ്കും കരളൊന്നും നീ വാട്ടി കളയരുതേ പൊന്നു കുഞ്ഞെ, കേട്ടാ. നിനക്കൊരു കുടുംബം ഉണ്ടെന്ന് നല്ലോണം ആലോചിച്ചോളൂ. ചേച്ചൊന്നും ഉണ്ടായിരുന്ന എനിക്കിപ്പോ കല്യാണം കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ പെങ്ങളും അവരുടെ കുട്ടികളുമാണ്. അവർക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ നേരിടും. ആ എന്നാ പിന്നെ നേരിട്ടോ, എന്തോ വന്നാലും ഞാൻ നേരിടും. അല്ലടാ അതാര് എൻ്റെ പിള്ളേർ വരുന്നില്ല, എന്തോ തടിയും പടിയൊക്കെ ആയിട്ട്. അവന്റെ ആൾക്കാരോ എന്താ ഇട രണ്ട് പിള്ളേർ വരും, നമ്മൾ അകത്ത് കയറി പോയാൽ ശരിയാണ്. അതെന്താണെന്ന് അറിയണ്ടേ? ഞാൻ വരുന്നില്ല, നീ കയറിപ്പോ. എന്ത് കാര്യം അറിഞ്ഞിട്ടാ ഞാൻ വരുന്നല്ലോ, നീ പോ. എന്ത് കഷ്ടമെന്ന് പറ പോലും. രണ്ട് പിള്ളേർ ഇവിടെ നിൽക്കുന്ന കാര്യം അറിയണ്ട, തടിയും വടിയായിട്ട് ആള് വരുന്നത് എന്താണെന്ന് അറിയണ്ടേ? ക്ലീറ്റസിന്റെ വീടല്ലേ? അല്ലല്ല, ക്ലീറ്റസിന്റെ വീടാതാ. അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. തങ്കം, തങ്കം. എടി പെണ്ണെ അവിടെ നില്ല്, നീ ഇത് എങ്ങോട്ട് കയറി ഓടുന്നത്? എടി രണ്ട് പിള്ളേര് വന്ന് നിൽക്കുന്ന കാണാൻ വയ്യേ? എന്താ? എടി അവര് ക്ലീറ്റോയെ കാണാൻ വന്നത്. ക്ലീറ്റോ ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ പള്ളിക്കുറിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അകത്തോട്ട് കയറി പോയാ അവൻ പറന്നു പോയാ? എന്തോന്നടി നീ പറയുന്നത്? ക്ലീറ്റോ ഡൽഹിക്ക് പോയില്ലേ? ഇപ്പൊ ഇങ്ങോട്ട് കയറി എന്നാ അതിനിടയ്ക്ക് അങ്ങ് ഡൽഹി പോയാ? എന്തോന്ന് ക്ലീറ്റോ ഡൽഹിക്ക് പോയില്ലേ? ദൈവമേ, ഞാനതങ്ങ് മറന്നുപോയടി. എനിക്ക് മക്കളെ പ്രായമൊക്കെ ആയില്ലേ, ഓർമ്മശക്തി ഒന്നും ഇല്ല ഇപ്പം. ഞാനങ്ങ് വിട്ടുപോയി പറയാനായിട്ട്. പിന്നെ പള്ളിക്കുട്ടി കൊച്ചിനെ ചേർത്തിട്ട് വന്ന് അവൻ അപ്പം തന്നെ ഡൽഹിയിൽ അങ്ങ് പോയി. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഇപ്പൊ ക്ലീറ്റോ ഇവിടെ ഉണ്ടെങ്കിലും ക്ലീറ്റോനെ എന്തിനാ? നിങ്ങൾക്ക് റൊണാൾഡിനല്ലേ വേണ്ടത്. സത്യം പറയാൻ മോനെ, ഈ റൊണാൾഡും ക്ലീറ്റോയും തമ്മിൽ എന്തോ എന്തോ ബന്ധത്തിലല്ല, അത് ശരിക്കുള്ള സഹോദരങ്ങളല്ല കേട്ടോ. ചേച്ചി എന്താ പറയണ? നമ്മള് റൊണാൾഡിനെ തിരക്കി വന്നതല്ല, നമ്മള് ക്ലീറ്റോ ചേട്ടനെ അന്വേഷിച്ച് വന്നതാ. പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് കുറച്ച് പട്ടിയിൽ എടുക്കണമായിരുന്നു ഇവിടെ നിന്ന്, അതിനു വേണ്ടി വന്നതാ. അതിനു വേണ്ടി വന്നതാണോ? പട്ടിക ഉണ്ടാവും എവിടെങ്ങാനും? പട്ടിയൊന്നും ഇവിടെ ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയില്ലേ പാർട്ടി ഓഫീസിലോട്ട്? ഇല്ല, എല്ലാം തീർന്നു. ഇല്ലേ? പറഞ്ഞാ മതി. എന്റെ അമ്മേ, പേടിച്ച് ചത്ത് ഞാൻ. എന്തോ നീ കിടന്ന് പേടിക്കുന്നത്? ഒന്നുമില്ല. നീ കിടന്ന് വരുന്ന അമ്മാവനെന്തേ? ഈ പിള്ളേരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവന് ഇരച്ച് പറിച്ചും കൊണ്ട് അകത്തോട്ട് കയറി പോയി. എന്ത് കാര്യം പറ? ഒന്നുമില്ലേ? പിന്നെ നീ എന്തിനാ കിടന്ന് പേടിക്കുന്നത്? കൂടി കള്ളിപ്പെണ്ണെ. ഇത് എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. കണ്ട് അങ്ങോട്ട് ഓടുന്നു, ഇവരിങ്ങോട്ട് ഓടുന്നു, അവൻ അങ്ങോട്ട് ഓടുന്നു. എന്തായി കാണിക്കുന്നത്? നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ? അമ്മാവൻ എന്താ ഇവിടെ? ഞാന് മറ്റേ നിന്നെ കാണാൻ. എന്നെ കാണാനേ? ഞാന് നമ്മുടെ ആ ബാക്ക് വശത്തെ കയ്യാലിടിഞ്ഞു ഒരു കമുക് വന്നു വിട്ട് മഴയത്ത്.
അത് നന്നായി. അപ്പൊ അതൊന്ന് പിടിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോയല്ലേ? അത് നന്നായി, നോക്കണം. ഇത് ആരാ നോക്കുന്നത്? ആരാ നോക്കുന്നത്? രണ്ട് ചെറുപ്പക്കാരെ ഈ വടിയൊക്കെ ആയിട്ട് തല്ലാൻ ഇവിടെ വീട്ടിലേക്ക് വന്നു. ആരെ? ഈ റൊണാൾഡിനെ. എന്തിന്? ഈ റൊണാൾഡിന്റെ ഭാര്യ തങ്കത്തിന് വിളിച്ചിരുന്നേ. റോസ്മേരിയ? ആ, അവിടെ റെജി എന്ന് പറഞ്ഞ ഏതൊരുത്തന്റെ ഭാര്യ ഇപ്പം കളിയാക്കിന്നോ അങ്ങനെ അവൻ തല്ലാൻ ആളെ വിട്ടിട്ടുണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് മാറിക്കാം. നമ്മളായിട്ട് അവരുടെ കുടുംബ പ്രശ്നത്തിന് നമ്മൾ ഇടപെട്ടിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ നീ ഒരു പോലീസായിട്ട് നിന്നോട് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ ഇടപെടാന്ന് കരുതി. അവിടെ കണ്ടില്ല. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഒരു നിഗമനം എനിക്കുണ്ടാവും. അവര് പോയോ? പോയിട്ടുണ്ടാവൂലേ? കടല മുട്ടായി വാങ്ങി കുഴമ്പും കണ്ണിലൊഴിക്കുന്ന മരുന്ന് ഞാൻ അമ്മയുടെ കട്ടിന് തടി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യണോ അതിപ്പം? വരയ്ക്ക. ഓ, ഒരു ലക്ഷം എടുക്ക നോക്കട്ടെ. ഒരുപാടൊക്കെ പഴുത്തല്ല പേര്. 24 പേര്. അമ്മേ കത്തി ചെയ്യുന്നമ്മേ. മുറിച്ചില്ലേ? ഒരു ശകലം പോലും പാത്രമില്ല. അല്ല, ഒരു കാര്യം ചെയ്യ്, അവിടെ നല്ല കത്തി ഇരിപ്പുണ്ട്, ഞാൻ അത് എടുത്തോണ്ട് വരാം. അങ്ങോട്ട് പിടിച്ചാണ്. പിന്നെ ഇപ്പൊ രാവണ്ട. എന്തിന് ഇതൊക്കെ രാവി ഞാൻ സെറ്റാക്കത്തില്ല. ഇവിടെ ഇങ്ങോട്ട് വന്നിരുന്നേ. ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോഴാണല്ലോ ഞാൻ എവിടെ പിന്നെ കൂടെ പോയത്. ചത്തി എടുക്കാൻ പോയാളെ കാണുന്നില്ല. ഇതാണ് കത്തിരാകുന്നു. മൂർച്ച കൂട്ടുന്നു. എന്തിന്? അത് ഈ ഒരാളെ കുത്തിക്കൊല്ലാൻ. ചന്നാവിനെ കുത്തിക്കൊല്ലാൻ. നിനക്ക് എന്നെ പേടിയുണ്ടല്ലേ? കത്തി കാണിച്ച് ഇവനൊക്കെ വിരളാതെ എവിടെ പോവാൻ. പഞ്ഞി പോലെ. നീ എപ്പോഴാ വന്ന്? പുറത്താരും ഉണ്ടായിരുന്നില്ലേ? ഇല്ല. റജിയാണോ? ഏത് റജി? അറിഞ്ഞോ റജിയെ? കൊടങ്ങാവിടെ ഒരു റജിയുണ്ട്. ചത്തനംകുഴി. റജിയുടെ ഭാര്യയോട് നീ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയ? അല്ല, അത് ഏതാണെങ്കിലും ശരി തന്നെ മോശമായിട്ട് പെരുമാറി എന്നുള്ള സത്യമാണ്. നീ ന്യായം ഒന്നും പറയണ്ട. അവന്റെ ഭാര്യ വിളിച്ച് റോസ്മേരി അടുത്ത് പരാതി പറഞ്ഞു. റോസ്മേരി ഇവിടെ തങ്കത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛമ്മ, അത് വാക്ക് തീർക്ക ചിട്ടിപ്പൈസയുടെ ഒരു വാക്കുകൾക്ക് ഉണ്ടായതേ ഉള്ളൂ. അല്ല വേറെ ഒന്നും ഞാൻ കത്തി. ആഹാ, നീ മുറിച്ച അതിനിടയ്ക്ക് മുറിച്ച. പിന്നെ ഈ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടാവുന്നുണ്ട്. 1-2 പേര് നിന്നെ തല്ലാനായിട്ട് പട്ടിയൊക്കെ ആയിട്ട് വന്നിപ്പോ അവിടെ. എന്നെ തല്ലാനോ? അയ്യോ, അവര് തല്ലാനും കൊല്ലാനും വന്നതൊന്നുമല്ല. അവര് പാർട്ടി ഓഫീസിലേക്ക് പട്ടിയൽ വേണമെന്നും പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ കൊടുത്തയച്ചു. അവരങ്ങ് പോയില്ലേ? അല്ല, അവര് അല്ല പോയി. അവര് പോയി. പക്ഷെ റജി വരും. എന്തിന്? ഓർത്തിരുന്നോ? അവന്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയിരുന്നു. എന്തിനാ നീ ആവശ്യമില്ലാതല്ല പെണ്ണുങ്ങളെയൊക്കെ അതൊന്നും പറയാനും എന്നോട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ തിരിച്ചത് നാണയത്തിൽ പറഞ്ഞു. കഷ്ടം തന്നെ എന്റെ കാര്യം. ഇവനെ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. എന്തിന്? അല്ല, എങ്ങനെങ്കിലും ഒന്ന് ഡീൽ ചെയ്യണം. ഒരു വശപശമുള്ളവരാണ്. അങ്ങനെ വശപ്പശമുള്ള ആരായാലും ശരി അങ്ങനെ പെരുമാറാൻ പാടുണ്ടായിരുന്നു നീ സ്ത്രീകളോട്. നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞതാ. നീ എങ്ങനെയെങ്കിലും ആ റെജീനും ഇവനും വിളിച്ചൊന്ന് കോംപ്രമൈസ് ആക്ക്. അല്ലെങ്കിൽ എന്തേലും പറഞ്ഞ് ഒത്തുതീർപ്പാക്ക്. അതിനാണോ നീ പേടിച്ചോടിയത്? അല്ല, അത് ഞാനത് മറ്റേ കനകനോട് പറയാൻ വേണ്ടിട്ട് ആണല്ലോ. എന്തായാലും റജി വരും, നീ ഓർത്തിരുന്നു. വണ്ടി ആക്സിഡന്റ് ആയി. മോനെ, ആ റൊണാൾഡിന്റെ വീട് എവിടെയാ? റൊണാൾഡിന്റെ വീട് ആ വീടാണ്. പക്ഷെ ഇവിടെ ഉണ്ട്. അങ്കിൾ ആരാ? ഞാൻ റജി. റജിയോ? ആ, അവൻ എന്തെടുക്ക? അവനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. ഒരാളെ വെട്ടിക്കൊല്ലാനേ കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക.
അല്ല അങ്കിൾ എന്തിനാ വന്നേ? ഒന്നുമില്ല ഒന്നുമില്ല ആണോ? ആ കൊണ്ടേണ്ട കാര്യമില്ലല്ലോ. ആരും മകളെ പോയത്? ഏ? ആരാ ഓടിപ്പോയത്? അത് റൊണാൾഡിനെ കാണാൻ വന്ന ഏതൊരു റെജി. അല്ല അയാളെന്താ ഓടിപ്പോണ്? ഏ? അയാൾ എന്തിനാ ഓടിപ്പോണ്? ഓടിപ്പോണതാ? ആ എനിക്കറിഞ്ഞൂടാ.